തുറക്കുന്ന വേഗത്തിൽ നമ്മുടെ ലോകം മാറുകയാണ്. ഇതുവരെ കരുതിയിരുന്നത് ഈ ചാറ്റ് ജിപിടിയും അതിനുള്ള ചിപ്പ് നിർമ്മിക്കുന്ന എൻവിഡിയയുമാണ് ലോകത്തെ അടുത്ത പതിറ്റാണ്ടിലേക്ക് നയിക്കുക എന്നായിരുന്നു. എന്നാൽ ചൈനയുടെ ഡീപ് സീക്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്ന അട്ടിമറിയിൽ ആദ്യം മുലഞ്ഞത് എൻവിഡിയയെ തന്നെയാണ്. ആപ്പിളും മൈക്രോസോഫ്റ്റും മുതൽ ഫേസ്ബുക്കും എക്സും വരെയുള്ള വഴികളെല്ലാം പാശ്ചാത്യ ലോകത്തിന്റെ കൈകളിലായിരുന്നു. ചൈനയിൽ നിന്ന് വന്ന ടിക്ടോക്ക് തരംഗമായപ്പോൾ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും കൊണ്ട് തടയിടുന്നതിലും വിജയിച്ചു. ചൈനയ്ക്കുമേൽ നികുതി ഭാരം പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപിനെ മുൾക്കസേരയിലേക്ക് മാറ്റിയിരുത്തുകയാണ് ഇപ്പോൾ ഡീപ് സീക്ക്. കുറഞ്ഞ ചിലവിലുള്ള ചിപ്പുകളുമായി ചാറ്റ് ജിപിടിയെ വെല്ലുന്ന പ്രകടനമാണ് ഡീപ് സീക്ക് നടത്തുന്നത്. ഇവിടെ ഇന്ത്യക്കുള്ള പാഠം എന്താണ്? ചാറ്റ് ജിപിടി പോലുള്ള ഭാഷാ മോഡലുകൾ വികസിപ്പിക്കുന്നത് പാടാണെന്നും അമേരിക്കയെ പിന്തള്ളാനാകില്ല എന്നുമുള്ള മുൻവിധിയുമാണ് തകരുന്നത്. പാശ്ചാത്യ ലോകത്തെ വരച്ച വരയിൽ നിർത്താൻ ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ അനിവാര്യമാണെന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കുകയാണ് ചൈനയിലെ ഈ സ്റ്റാർട്ടപ്പ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഉറങ്ങി ഉണർന്നപ്പോഴേക്കും മാറുന്ന ലോകത്ത് ഇന്ത്യ എവിടെ? എൻവിഡിയയുടെ ഓഹരിയിലെ കൂട്ടത്തകർച്ച തന്നെ ലോകത്തിന് ചാറ്റ് ജിപിടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നൊരു പ്രഖ്യാപനമാണ്. ചാറ്റ് ജിപിടിക്ക് കഴിഞ്ഞയാഴ്ചയുണ്ടായ സാങ്കേതിക തകരാറാണ് ഡീപ് സീക്കിനുണ്ടായ സ്വീകാര്യതയ്ക്ക് പിന്നിൽ. ഭാഷാപരമായും സാങ്കേതികമായും അമേരിക്കയെ ഞെട്ടിക്കുന്ന ചൈനീസ് കണ്ടുപിടുത്തം ഒരു സാങ്കേതിക യുദ്ധത്തിന്റെ ആരംഭം കൂടിയാണ്. ചൈനയിൽ നിന്നും വില കുറഞ്ഞു വരുന്നതെല്ലാം തന്നെ മേന്മ കുറഞ്ഞവയാണെന്ന് പറഞ്ഞു പരിഹസിച്ചു തള്ളുകയായിരുന്നു പാശ്ചാത്യ ലോകം. അവിടെയാണ് സപ്രപഞ്ച സിംഹാസനത്തിൽ ഡീപ് സീക്ക് കയറിയിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ളതെല്ലാം ഗുണം കുറഞ്ഞവയാണെന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനികൾ ചിപ്പുകളും ബാറ്ററികളും ഒക്കെ ചൈനയിൽ നിന്നും വാങ്ങിയിരുന്നു. അസംബ്ലി യൂണിറ്റുകൾ ആപ്പിൾ പോലും തുറന്നത് ചൈനയിലായിരുന്നു. അപ്പോഴൊക്കെയും ചൈന അമേരിക്കയുടെ ഉൽപ്പന്നത്തിന്റെ അനുബന്ധ യൂണിറ്റ് മാത്രമായിരുന്നു. ഇപ്പോ ചിപ്പിന് ഗുണമില്ല എന്ന വാദമേൽക്കില്ല. കാരണം ചാറ്റ് ജിപിടിയേക്കാൾ വേഗത്തിൽ തൃപ്തികരമായ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഡീപ് സീക്ക്. അമേരിക്കയെയും എൻവിഡിയയെയും മാത്രമല്ല ഡീപ് സീക്ക് ഞെട്ടിച്ചിരിക്കുന്നത്. അമേരിക്കൻ സർക്കാരിൽ കാര്യക്ഷമതാ വിഭാഗത്തിന്റെ തലവനായി നിയമിതനായ സഹസ്ര കോടീശ്വരനായ സാക്ഷാൽ ഇലോൺ മസ്കിനെ കൂടിയാണ്. എക്സ് AI വേണ്ടി 5 വർഷമായി അണിയറയിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ബഹിരാകാശത്ത് നാസയെ വെല്ലുന്ന സാങ്കേതിക മേന്മ നേടിക്കഴിഞ്ഞ ഇലോൺ മസ്കിന് ഇവിടെ ചൈന വലിയൊരു തടയാണിട്ടിരിക്കുന്നത്. അമേരിക്കയിലെ ടെക് ലോകത്തോട് ഉണരാനുള്ള അലാമാണ് എന്നാണ് ട്രംപിന്റെ ഉപദേശം. പക്ഷേ ഉണരാനുള്ള അലാം എന്നതിനോടപ്പുറം ഇനി അങ്ങോട്ട് ഉറക്കം കെടുത്തുന്ന അപായമണി എന്ന് തന്നെയാണ് സാങ്കേതിക ലോകം ഇതിനെ കാണുന്നത്. അമേരിക്ക നേടിയ സാങ്കേതിക വിദ്യയുടെ ചെറു പകർപ്പുകളാണ് ചൈനയിൽ നിന്നും ഇതുവരെ വന്നിരുന്നത്. ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും ഒക്കെ മുന്തിയ ഫോണുകളുടെ സൗകര്യങ്ങൾ അനുകരിച്ച് 4-1 വിലയ്ക്കുള്ള ഫോണുകൾ അവ വിശ്വാസ്യത നേടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ ഈ AI വളർച്ച അത് തീർത്തും സങ്കീർണമാണ്. പൊടുന്നനെ ചർച്ചാ വിഷയമായതാണെങ്കിലും ചൈനയുടെ നിരന്തരമായ പരിശ്രമമുണ്ട് ഡീപ് സീക്കിന് പിന്നിൽ. അതുകൊണ്ടാണ് ചാറ്റ് ജിപിടിയേക്കാൾ വേഗത്തിൽ കൂടുതൽ തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിയുന്നതും. ഇവിടെയാണ് ഇന്ത്യക്ക് നയപരമായ ഒരു പാളിച്ച സംഭവിച്ചോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണ്ടത്. കാരണം ചാറ്റ് ജിപിടി പോലുള്ള വലിയ മാതൃകകൾ ഇന്ത്യ നിർമ്മിക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നാണ് ഇൻഫോസിസിന്റെ സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനിയെ പോലുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അന്ന് അതിന് ശക്തമായ വിയോജിപ്പുകളൊക്കെ ഉയർന്നിരുന്നതാണ്. പാശ്ചാത്യ ലോകങ്ങൾ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് കാത്തിരുന്നാൽ ബഹിരാകാശ വിജ്ഞാനത്തിൽ സംഭവിച്ചത് ആവർത്തിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. കാരണം റഷ്യയും അമേരിക്കയും ഒക്കെ അരനൂറ്റാണ്ട് മുൻപ് തന്നെ നടത്തിയ ബഹിരാകാശ യാത്രകൾക്കാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തയ്യാറെടുക്കുന്നത്. സോവിയറ്റ് യൂണിയൻ കാലത്തെ ശീതയുദ്ധമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്ക ഒരാളെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അതിനു മുൻപ് തന്നെ 3 പേരെ എത്തിക്കുന്ന സോവിയറ്റ് മത്സരമാണ് ഇപ്പോൾ ചൈന ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ പിന്നോക്കം പോയാൽ അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ: ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം അതിന്റെ മാനവശേഷി ഉപയോഗിക്കുന്നില്ല എന്ന്. 1000 മിസൈലുകൾ കൊണ്ട് സാധിക്കാത്തത്ര വലിയ ആഘാതമാണ് ഇപ്പോൾ ഡീപ് സീക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്ത്. ഇത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നിരോധനം കൊണ്ടാണെങ്കിൽ സങ്കടകരമെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ചൈനയിലും മികച്ച AI മാതൃക ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ അപ്രമാദിത്വം നേടാനുള്ള വഴി. ടിക്ടോക്ക് നിരോധിച്ചതുപോലെ ലളിതമല്ല ഡീപ് സീക്കിന്റെ നിരോധനം. അതിന് കാരണം വളരെ ചിലവ് കുറഞ്ഞ ഏറെക്കുറെ സൗജന്യമായ ഡീപ് സീക്കിനെ നിരോധിച്ചാൽ എന്താണ് സംഭവിക്കുക?
ഗുണമേന്മയുള്ള ഉൽപ്പന്നം ചിലവ് കുറഞ്ഞ ജനതയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ലാതാകും. നിരോധനം ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ അത് പന്തലിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ തരംഗമായിരുന്നു ടിക്ടോക്ക്. അത് നിരോധിച്ചു. പക്ഷേ അമേരിക്കയിൽ പോലും കോടിക്കണക്കിന് ആളുകൾ ആ ആപ്പ് ഉപയോഗിക്കുന്നതായിരുന്നു. അത് തടയാൻ ബൈഡൻ ഭരണകൂടം ശ്രമിച്ചെങ്കിലും ട്രംപ് ഇപ്പോൾ തുടരാൻ അനുവാദം നൽകി. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചാൽ നഷ്ടമാകുന്നത് ചൈന എന്ന 140 കോടി ജനങ്ങളുള്ള വിപണിയാണ്. അതാണ് ട്രംപ് പിൻവലിയാനുള്ള കാരണം. ഡീപ് സീക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ട്രംപ് പറഞ്ഞതുപോലെ വെറും വേക്കപ്പ് കോൾ അല്ല. മനുഷ്യൻ ആലോചിക്കാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ ഉത്തരങ്ങൾ തരുന്ന യന്ത്രങ്ങൾ ഒന്നല്ല, ഒരുപാട് വരികയാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഓരോ രാജ്യത്തിനും ചോദിക്കാനുള്ള സമയം കൂടിയാണിത്. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ആ പരിശോധന ആദ്യം നടത്തേണ്ടത് ഇന്ത്യയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം.